മലബാറിൽ CPM-ന്റെ കോട്ടകളെന്ന് പറയപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കണ്ണൂര്, ഒപ്പം തന്നെ കാസർഗോഡ്. ഈ രണ്ട് ജില്ലകളിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, കണ്ണൂരിൽ 2 മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അത് കണ്ണൂരിൽ മാത്രമല്ല, ഇങ്ങ് തെക്കോട്ട് വരുമ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്തും ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് CPM-നെ സംബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ആദ്യ ഒരു അനുഭവമാണ്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ, പൊട്ടിത്തെറികൾ ഒക്കെ തന്നെ ഉണ്ടാകുന്നത് CPM-ന് ഇത് ആദ്യ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ സൂചനകളാണ് ഈ പ്രചരണം ഓരോ ദിനവും മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ LDF-ന്റെ ഒരു അപ്രമാദിത്വമാണ് ഉള്ളത്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ UDF-ന് അവിടെ 2 സീറ്റുകൾ മാത്രമാണ് നേടിയാൻ കഴിഞ്ഞത്. അതൊന്ന് ഇരിക്കൂരും, മറ്റൊന്ന് പേരാവൂരുമാണ്. അത് കാലങ്ങളായിട്ട് UDF-ന്റെ കുത്തക മണ്ഡലങ്ങളാണ്. മുൻപുണ്ടായിരുന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ 2 തവണയായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തവണ ആകെയുള്ള 11 മണ്ഡലങ്ങളുടെ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ UDF-ന് അവിടെ ഒരു പരമാവധി 7 സീറ്റുകൾ വരെ നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM-ന്റെ കോട്ടകളെന്ന് പറയാവുന്ന തളിപ്പറമ്പ്, പയ്യന്നൂര്, ഈ 2 മണ്ഡലങ്ങളിലാണ് ഇതിനകം തന്നെ പാർട്ടിക്ക് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂരിൽ മുൻപ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനാണ് പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്ന് പിന്നീട് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ചെറുതല്ല. അവിടുത്തെ നിലവിലെ പാർട്ടിയുടെ MLA കൂടിയായിട്ടുള്ള TA മധുസൂദനൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ക്രമക്കേട് നടത്തി അതിൽ നിന്നും തുക അടിച്ചുമാറ്റി എന്നതൊരു പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിങ്ങിലും വലിയ തിരിമറികൾ നടന്നു, ക്രമക്കേടുകൾ നടന്നു. കൂടാതെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു, അത് അടിച്ചുമാറ്റി ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ, കണക്കുകൾ നിരത്തി അതിനെ ഖണ്ഡിക്കാനായിട്ട് CPM-ന് സാധിച്ചില്ല. വിശദീകരണം നൽകാനായിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് 1-2 തവണ പത്രസമ്മേളനം വിളിച്ചെങ്കിലും അത് ദയനീയമായിട്ട് പരാജയപ്പെട്ട പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പയ്യന്നൂർ പോലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. അവിടെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി എന്നതിലുപരി വി കുഞ്ഞികൃഷ്ണൻ അവിടെയുള്ള ഒരു ജനകീയത, ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം സാധാരണക്കാരൻ നേതാവാണ്. കഴിഞ്ഞ 10-20 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ്. അദ്ദേഹത്തോട് പാർട്ടി കാണിച്ച ഒരു അനീതി, അവഗണന, അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വികാരം പാർട്ടിയിലെ സാധാരണ അണികൾക്കിടയിൽ പോലുമുണ്ട്. അത് CPM-നെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു, പേടിപ്പിക്കുന്നുണ്ട്. അവർ പുറത്തു പറയുന്നില്ല എങ്കിൽ പോലും നല്ലൊരു ഭയം CPM-ന് അവിടെ ഉണ്ട് എന്നത് സത്യമാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് തളിപ്പറമ്പിലെയും അവസ്ഥ. തളിപ്പറമ്പ് കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM-ന്റെ കോട്ടയാണ്. നിലവിലെ സിറ്റിംഗ് MLA പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MP ഗോവിന്ദനാണ്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ MP ഗോവിന്ദൻ മാറി നിന്നുകൊണ്ട് പകരം തന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ആന്തൂർ മുൻ ചെയർപേഴ്സൺ കൂടിയായ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അത്തരമൊരു അതിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിലെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ പാർട്ടിയോട് കലഹിച്ചുകൊണ്ട് പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് അവിടെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിന് പിന്നിൽ പാർട്ടി ജില്ലാ നേതൃത്വവും MP ഗോവിന്ദനും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. മറ്റാരെയും പരിഗണിക്കാതെ PK ശ്യാമളയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തുടക്കത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി തന്നെ ചർച്ചകൾ പോലും നടന്നത്. അതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. MP ഗോവിന്ദൻ അവിടെ ആ മണ്ഡലം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ടാണ് താൻ സ്ഥാനം ഒഴിയുമ്പോൾ അവിടെ പകരം തന്റെ ഭാര്യയെ കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നു. പിന്നീട് അദ്ദേഹം
അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. UDF അങ്ങനെ അവിടെ പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ TK ഗോവിന്ദന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോയിൽ കോൺഗ്രസ് MP കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ പങ്കെടുത്തു. CPM-ന്റെ കോട്ടയം എന്നറിയപ്പെടുന്ന മയ്യിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്ന റോഡ് ഷോയിൽ അഭൂതപൂർവമായ ജനത്തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഷാഫി പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെ തങ്ങളുടെ കോട്ടയം CPM പറയുന്ന സ്ഥലങ്ങളാണല്ലോ മയ്യിലൊക്കെ, അവിടെ കണ്ടില്ലേ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ ഈ ജാഥയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് TK ഗോവിന്ദന്റെ നിലപാടുകളോടുള്ള ഒരു ഐക്യദാർഢ്യമാണ്, അല്ലെങ്കിൽ TK ഗോവിന്ദന്റെ ആ നിലപാടിൽ കിട്ടുന്ന ഒരു പിന്തുണയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന പാർട്ടി കോട്ടകളായിട്ടുള്ള പലയിടങ്ങളിലും കാൽച്ചുവട്ടിലെ മണ്ണ് CPM-ന് ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടാണുള്ളത്. അങ്ങനെ പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലെയും CPM-ന്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നു. UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം അവിടെ ഉണ്ടാവുകയാണ്. അതൊക്കെ തന്നെ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDF-നായിട്ട് അവിടെ BJP-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരാണ് മത്സരിക്കുന്നത്. CPM-ന് വേണ്ടിയിട്ട് അവരുടെ മുതിർന്ന നേതാവായ VPP മുസ്തഫയും മത്സരിക്കുകയാണ്. ഇവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM-ന്റെ കയ്യിലാണ് ആ സീറ്റ്. കഴിഞ്ഞ തവണ 26,000 വോട്ടുകൾക്ക് CPM വിജയിച്ച മണ്ഡലമാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF മികച്ചൊരു മുന്നേറ്റം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ ഷാഫി പറമ്പിൽ കൂടി പങ്കെടുത്ത സന്ദീപ് വാര്യരുടെ റോഡ് ഷോ നടന്നു. അഭൂതപൂർവമായ ഒരു ജനത്തിരക്കാണ് അവിടെ ഉണ്ടായത്. രാത്രി വൈകിയും റോഡ് ഷോയെ അഭിവാദ്യം ചെയ്യാനും അതിൽ പങ്കെടുക്കാനുമായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലായിട്ടുണ്ട്. ഷാഫി പറമ്പിലിനോടുള്ള ഒരു വികാരം അവിടെ സ്വാഭാവികമായിട്ടുമുണ്ട്. അതിനൊപ്പം തന്നെ അവിടെ ഈ CPM-നോടുള്ള നിലവിലെ ജനങ്ങൾക്കുള്ള CPM അണികൾക്കുൾപ്പെടെയുള്ള ഒരു പ്രതിഷേധം, ഭരണവിരുദ്ധ തരംഗമെല്ലാം അവിടെ അലയടിക്കുകയാണ്. അതൊക്കെ കൂടി നോക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ റോഡ് ഷോ ഉൾപ്പെടെ വലിയ രീതിയിലുള്ളൊരു ജനപിന്തുണ കിട്ടുന്ന ഒരു കാഴ്ച. മണ്ഡലം ഒരുപക്ഷെ CPM-ന് ഇത്തവണ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു ആവേശവും ജനത്തിരക്കും ഒരു ജനങ്ങളുടെ പിന്തുണയും ഒക്കെയാണ് നമുക്ക് അവിടങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. CPM-ന് അത് മലബാറിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണ അവർക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള പ്രദേശമാണ്. അവിടെ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന് CPM പോലും പുറമേ പറയുന്നില്ലെങ്കിൽ പോലും അവര് അത് സമ്മതിക്കുന്നുണ്ട്. അവർ അത്തരം ഒരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി മലബാർ മേഖലയിൽ LDF-ന് ഉണ്ടാകും. പ്രത്യേകിച്ച് അവിടെ ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയിട്ട് മാറിയതോടുകൂടി അവിടെ വലിയ രീതിയിൽ UDF-ന് അനുകൂലമായിട്ടൊരു തരംഗം മണ്ഡലങ്ങളിലൊക്കെ തന്നെ സംജാതമായിട്ടുണ്ട്. നമുക്കറിയാം ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്, സ്റ്റാർ MP ആണ്. അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ്, ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം തന്നെ ഈച്ച പൊതിയുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളാണ് ഷാഫി പറമ്പിലിന് ചുറ്റും കൂടുന്നത്. അത് വലിയൊരു ഓളം തന്നെ തീർക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ LDF-നെ സംബന്ധിച്ച് വലിയ ഒരു ഭീതി സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. തങ്ങളുടെ കോട്ടകളൊക്കെ തന്നെയും തകർന്ന തരിപ്പണമാകുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് CPM-ഉം LDF-ഉം ഈ തെരഞ്ഞെടുപ്പിലുള്ളത്.